ശ്രീകാന്ത്, അങ്ങനെ ഭക്തിസാന്ദ്രമായിരിക്കുന്നു സന്നിധാനം. മകരജ്യോതി അതിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തരൊക്കെ. എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്നുള്ള പുതിയ വിവരങ്ങൾ ശ്രീകാന്ത്? നിലവിലിപ്പോൾ സന്നിധാനത്ത് നട അടച്ചിട്ടുണ്ട്. ഇനി 5 മണിക്ക് നട തുറക്കും. 5 മണിക്ക് നട തുറന്ന ശേഷം ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന, മകരവിളക്ക് ദർശനം തുടങ്ങിയ ചടങ്ങുകളിലേക്ക് ആയിരിക്കും കടക്കുന്നത്. വൈകിട്ട് 6 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും സന്നിധാനത്തേക്ക്. ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രി കെ രാധാകൃഷ്ണൻ, ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ശരംകുത്തിയിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കും. അവിടെ നിന്നും സോപാനത്തേക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങും. പിന്നീട് പൊന്നമ്പലവാസന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അതേസമയം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരജ്യോതി കണ്ട് സായുജ്യമടയാൻ ഭക്ത ലക്ഷങ്ങളാണ് നിലവിലിപ്പോൾ സന്നിധാനത്തുള്ളത്. കൃത്യമായ കണക്ക് നേരത്തെ മന്ത്രി പറയുകയും ചെയ്തു. ഏതാണ്ട് ഒരു 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ സന്നിധാനത്ത് തമ്പടിച്ചിട്ടുണ്ട്. മകരജ്യോതി കാണുന്നതിനും പൊന്നമ്പലവാസൻ സർവാഭരണ വിഭൂഷിതനായി ആ ദീപാരാധന കണ്ട് തൊഴുന്നതിനുമായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ, 2.5 ലക്ഷത്തിനടുത്ത് ഭക്തജനങ്ങൾ സന്നിധാനത്തും പരിസരത്തുമായി തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ ദേവസ്വം മന്ത്രി അടക്കം പറഞ്ഞത്. പാണ്ഡിത്താവളത്തിൽ പർണശാല 3 ദിവസം മുൻപ് തന്നെ കെട്ടിക്കാത്തിരിക്കുകയാണ്. ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയ ഭക്തരടക്കമുള്ളവർ ഈ കാടിനുള്ളിലേക്കടക്കം പർണശാലകൾ കെട്ടിയിട്ടുണ്ട്. 10 വ്യൂ പോയിന്റുകളിൽ നിന്ന് ഇന്ന് ഈ മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. വാഹന ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. ഇനി ഈ സന്നിധാനത്തുള്ള ഭക്തജനങ്ങൾ ഈ മകരജ്യോതി കണ്ട് ദർശനം കഴിഞ്ഞിറങ്ങുന്ന മുറയ്ക്ക് മാത്രമേ താഴെ പമ്പയിൽ നിന്നും കൂടുതൽ ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. ഈ ഒരു മണ്ഡല മഹോത്സവ കാലഘട്ടം, മണ്ഡലകാലം ഏറെക്കുറെ ഈ മകരവിളക്ക് മഹോത്സവത്തോടു കൂടി പരിസമാപ്തിയാകുന്നു എന്ന് പറയാം. എല്ലാ സൗകര്യങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഭക്തലക്ഷങ്ങൾ വൈകിട്ട് ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദീപാരാധന കണ്ട് തൊഴാൻ, പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി കണ്ട് തൊഴുതു മടങ്ങാൻ. ശരി, ശ്രീകാന്താണ് സന്നിധാനത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.